ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും റിവ്യൂ കാണാറുണ്ടല്ലോ, സിനിമ റിവ്യൂസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ കുറേ പ്രമുഖരായിട്ടുള്ള റിവ്യൂവറുണ്ട്, മൂവി റിവ്യൂസ്. അവരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ കൊള്ളാവുന്ന, എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൊള്ളാവുന്ന ഒരു ഏതൊക്കെ റിവ്യൂവറാണെന്നും അവരുടെ കൊള്ളാത്തവരുടെ പോരായ്മകളും എനിക്ക് തോന്നിയത് ഞാൻ പറയും. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് ചിലപ്പം എന്നെപ്പോലെ ആവണമെന്നില്ല നിങ്ങൾക്ക്. ചിലപ്പം എനിക്കിഷ്ടപ്പെടാത്തവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഓരോരുത്തർക്കും ഓരോ ഫാൻ കാണുമല്ലോ. അതായത് ഇപ്പം ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർ കാണും, ഇഷ്ടപ്പെടാത്തവർ കാണും. വിജയെ ഇഷ്ടപ്പെടുന്നവർ കാണും, ഇഷ്ടപ്പെടാത്തവർ കാണും. അതേപോലെ കുറേ പേര് കാണും. അപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് ചിലപ്പം ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, ഇഷ്ടപ്പെടാത്തവരെ ഇഷ്ടപ്പെടുകയും ചെയ്യാം. ഏതൊക്കെയാണ് ആ റിവ്യൂവർ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോ അവസാനം വരെ ഒന്ന് കാണണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിവ്യൂവർ ആരാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനും ആദ്യം തന്നെ എന്നെ ഞാൻ പരിചയപ്പെടാം. എൻ്റെ പേര് സൂരജ്. കൊല്ലം ജില്ലയിലെ പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാനിത് ഒരു സിനിമയിലുള്ളൊരു പാഷൻ കാരണമാണ് ഇതൊന്നും തുടങ്ങിയത്. എൻ്റെ പ്രൊഫഷൻ വേറെയാണ്. അപ്പം ഞാൻ അത്യാവശ്യം സിനിമ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അത് എനിക്ക് തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാറുമുണ്ട്. ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ബ്ലൈൻഡായിട്ട് ഒരു സിനിമ പോയി കാണും. എനിക്ക് എന്തോ തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് വീഡിയോയിൽ ഷെയർ ചെയ്തിടും. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ബാക്കിയുള്ളവരുടെ റിവ്യൂ കാണുന്നത്. പിന്നെ ഞാൻ എനിക്ക് തോന്നിയ അഭിപ്രായം തന്നെ സെയിം എൻ്റെ അഭിപ്രായം തന്നെ പറയുന്ന കുറേ റിവ്യൂവറുണ്ട്. അവരെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യും. അഭിജിത്ത് വ്ളോഗർ എന്ന് പറയുന്നത് പുള്ളിയുടെ റിവ്യൂ ആയിരുന്നു അന്ന് ഞാൻ വാച്ച് ചെയ്യുന്നത്. 1-2 വർഷത്തോളം ഒന്ന് രണ്ട് വർഷം കുറേ നാൾ ഓടിയില്ല. പക്ഷേ പുള്ളിയുടെ റിവ്യൂ ഞാൻ ആദ്യമേയൊക്കെ വാച്ച് ചെയ്യുമായിരുന്നു. പിന്നെ പുള്ളിയെ കാണാനുമില്ല. പിന്നെ മൂസയുടെ ഇപ്പം കുറേ നാളോട്ട് കാണുന്നില്ല. അപ്പോൾ ഇവരെയൊക്കെ മൂസയുടെ റിവ്യൂ അത്ര എനിക്കിഷ്ടമൊന്നുമല്ല. പിന്നെ ഉണ്ണീസ് വ്ളോഗ്, ആ ചേട്ടൻ്റെ റിവ്യൂ എനിക്കിഷ്ടമായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ ഞാൻ ബാക്കി പറയാം, പുള്ളിക്കാരനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, ബാക്കി പറയാം. അപ്പോൾ ആദ്യമേ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ, അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ FRK വ്ളോഗ്, നിഖിൽ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ ഒരു ചാനലാണ്. അതായത് ആ ചേട്ടൻ നേരത്തെ തിയേറ്ററിൻ്റെയൊക്കെ റിവ്യൂസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഫുഡ് വ്ളോഗും ചെയ്യുമായിരുന്നു. അപ്പം പുള്ളിക്കാരനെ ഞാൻ കണ്ട് പരിചയമായെന്ന് പറഞ്ഞാൽ, കണ്ടെന്ന് പറഞ്ഞാൽ റിവ്യൂവിൽ അല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പം പുള്ളിക്കാരൻ്റെ മറ്റേ ബീസ്റ്റ് ഇറങ്ങിയ സമയത്ത് പുള്ളിക്കാരൻ്റെ ഒരു റിവ്യൂ പുള്ളി പബ്ലിക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പല്ല് ഇങ്ങനെ ഇച്ചിരി അകലം ഉണ്ടായിരുന്നു, പുള്ളിയുടെ പല്ല് ഒടിഞ്ഞ പോലെ ഇങ്ങണ്ടിരുന്നത്. അപ്പോൾ അത് വെച്ചാണ് പുള്ളിയെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം പുള്ളിക്ക് ചാനലുണ്ടെന്ന് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അറിഞ്ഞേ. പക്ഷേ പുള്ളിയുടെ ചാനൽ ഇച്ചിരി ലെങ്ത് കൂടുതലാണ്. പക്ഷേ പറയാനുള്ള കാര്യം ഇപ്പം നമ്മുടെ ഒരു കംഫർട്ടും കൂടെ നോക്കും. ഒരു ദിവസം ഒരു ചാനൽ എങ്ങാണ്ട് പുള്ളിയുടെ ഏതാണ്ട് 55 മിനിറ്റ് എങ്ങാണ്ടുള്ള ഒരു വീഡിയോ കിടക്കുന്നുണ്ട്. 55 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനപ്പോൾ കമൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടെ ഒരു 10-15 മിനിറ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെൻസർ ബോർഡിന് അയച്ചു കൊടുത്തൊരു സിനിമയായിട്ട് തിയേറ്ററിൽ റിലീസാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കമൻറ്റൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. പുള്ളിക്കാരൻ അതിന് റിപ്ലൈ തന്നായിരുന്നു. റിപ്ലൈ എന്ന് പറഞ്ഞാൽ കമൻറ്റ് റിപ്ലൈ തന്നായിരുന്നു, വേണമെങ്കിൽ കണ്ടിട്ട് പോടേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ റിപ്ലൈ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ റിവ്യൂയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഞാൻ പുള്ളിക്കാരൻ്റെ റിവ്യൂയിലോട്ട് വരാൻ തന്നെ 5 മിനിറ്റ് അങ്ങോട്ട് എടുക്കും. പുള്ളിക്കാരൻ ലോങ് ആയിട്ടുള്ള റിവ്യൂ എടുക്കുന്നത് 20 മിനിറ്റ് അങ്ങോട്ടാണ് കുറഞ്ഞത് കിടക്കുന്നത്. അപ്പം അതെനിക്ക് അത്ര 5 മിനിറ്റ് കണ്ടാലും റിവ്യൂയിലോട്ട് വരത്തില്ല. അപ്പോൾ അത് കൂടുതൽ ഞാൻ ആക്കാറില്ല പുള്ളിക്കാരൻ്റെ റിവ്യൂ. ഇനി നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ കിഴിയിലെ 2 ചേട്ടന്മാരുണ്ട്. അതിനകത്ത് ഇവരെ ശ്രദ്ധിക്കാൻ ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മൂവി അപ്ഡേറ്റ് അവർ നല്ല രീതിയിൽ അപ്ഡേഷൻ തരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അല്ലാതെ ഇവരുടെ റിവ്യൂ അതിനകത്ത് ജിനേഷ് ഫിലിപ്പ്, ആ ചേട്ടൻ്റെ അവതരണം നല്ല രീതിയിൽ എനിക്കിഷ്ടമാണ്, നല്ല രീതിയിൽ ഇഷ്ടമാണ്. പിന്നെ റിവ്യൂ ഇവർ രണ്ടുപേരുടെയും മറ്റേ പുള്ളി ഓവറാണ്. റിവ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഇവരുടെ. എന്ന് വെച്ചാൽ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞാൽ അപ്ഡേഷനൊക്കെ കിടിലാണ് അപ്ഡേഷനും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഗ്രീൻ സ്ക്രീൻ ഇട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ കിടിലാണ്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഉണ്ണീസ് വ്ളോഗ് എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞില്ല, ആദ്യമേ ഇവരുടെയൊക്കെ ഞാൻ കാണുമായിരുന്നു. പക്ഷേ പിന്നെ വന്ന് പുള്ളി റേഡിയോ ജോക്കിയാണ്. പക്ഷേ പിന്നെ വന്ന് ഒരു വേറെ ഒത്തിരി റിവ്യൂസിൻ്റെ ഇറങ്ങുമല്ലോ, ഒത്തിരി റിവ്യൂസ് ഇറങ്ങും. അപ്പോൾ അവരുടെയൊക്കെ കണ്ട് വന്നപ്പം എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആവാതെ വന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്കാരൻ്റെ റിവ്യൂ. ഇപ്പോൾ വന്ന് വലിച്ചു നീട്ടി പറയുന്നുണ്ട്. പുള്ളിയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, പക്ഷേ ആ ശൈലിയൊക്കെ നല്ലതാണ്. പക്ഷേ അത് കേട്ട് ഇപ്പം നമ്മൾ പുതിയ ആൾക്കാരുടെ റിവ്യൂ കണ്ടിട്ട് ഇത് കാണുമ്പം ആ ഒരു പഴയ ടൈപ്പിലുള്ള ഇത് പിടിക്കുക എന്ന് വെച്ചാൽ റേഡിയോ ജോക്കിയുടെ കൂട്ട് അത് പിടിച്ച് വരുമ്പോൾ നമുക്കത്
ഒരു ബോറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആവാറുണ്ട്. ഈ നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഫടികം റീ റിലീസ് ചെയ്ത സമയത്ത് അശ്വന്ത് കോക്ക് സാറിൻ്റെ രീതിയിൽ പുള്ളി ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ റിവ്യൂ കണ്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ കണ്ടതിന് ശേഷമാണ് പുള്ളിക്കാരൻ്റെ ഇത് സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കിയത്. പുള്ളിക്കാരൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ സിനിമ റോസ്റ്റിങ് നല്ല രീതിയിൽ ചെയ്യും. പക്ഷേ സിനിമ റിവ്യൂസിലോട്ട് വരുവാണെങ്കിൽ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പുള്ളിക്കാരൻ്റെ ശബ്ദമൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ആ തിരുവനന്തപുരം സ്റ്റൈലിലുള്ള സ്വാഗമൊക്കെ കിടലിനാക്കിയിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ല ചിരി വരും. അല്ലാതെ റിവ്യൂ വെച്ച് നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല. ആദിത്യൻ ചെറ്റൂറിനെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ആദ്യമേ കാറിനകത്തൊക്കെ ഇരുന്നായിരുന്നേ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പുള്ളിക്കാരൻ ആദ്യമൊക്കെ കാണുമ്പം എനിക്ക് തോന്നിയെന്ന് പുള്ളിക്കാരൻ ആദ്യമേ കാണുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് പുള്ളിക്കാരനെ കണ്ടിട്ടില്ല. ഒരു നോർമൽ അല്ലാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ്റെ ആറ്റിറ്റ്യൂഡും എല്ലാം. എന്ന് വെച്ചാൽ ഒരു മുടിയൊക്കെ പുള്ളിക്കാരൻ ഒരുമാതിരി ഒരു വൃത്തിയില്ലാത്തൊരു ഷർട്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു കാര്യം പറഞ്ഞൊരു ഏതാണ്ടൊക്കെ അടിച്ചിട്ട് വന്നിരുന്ന കാര്യം പറയുന്നതിട്ടാണ് പുള്ളിക്കാരൻ കാര്യം പറഞ്ഞത്. 2-3 പാട്ടും പാടി വെള്ളം അടിച്ചിട്ട് നോർമൽ അല്ലാത്ത ഒരു വെള്ളം അടിച്ച് കഴിയുമ്പോൾ കുറച്ച് പാട്ട് പാടുമല്ലോ, അതുപോലൊക്കെ 2-3 പാട്ടും പാടിയൊക്കെ വന്നിരുന്ന് കാര്യം പറഞ്ഞിട്ട് തോന്നി. ഞാൻ അത്ര സീരിയസ് ആയിട്ട് പുള്ളിക്കാരൻ്റെ റിവ്യൂ ഞാൻ കാണുന്നില്ല. പക്ഷേ ഒന്നും തോന്നില്ല, ചേട്ടനൊന്നും തോന്നില്ല. പക്ഷേ ഞാൻ പൊതുവേ പറഞ്ഞ റിവ്യൂ വെച്ച് കൂടുതൽ നോക്കുമ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആവാത്തൊരു റിവ്യൂ ആണ് ആദിത്യൻ ചെറ്റൂറിൻ്റെ. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ആളെന്ന് പറഞ്ഞാൽ സിനിമ. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബിലേക്ക് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ്റെ ആദ്യത്തെ ഒരു ശൈലി ഉണ്ടായിരുന്നു. എനിക്ക് പുള്ളിയുടെ ഇൻട്രോഡക്ഷൻ തന്നെ ഒരു ബോറായിട്ടാണ് തോന്നിയത്. പുള്ളിക്കാരൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സിനിമ കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ റിവ്യൂ പറയാൻ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പുള്ളിക്കാരൻ്റെ റിവ്യൂ. പുള്ളിക്കാരൻ എനിക്കൊന്ന് ബാന്ദ്രയ്ക്കൊക്കെ ഹെവി പോസിറ്റീവ് റിവ്യൂ പറയാൻ തോന്നുന്നു. ആ ബാന്ദ്ര അപ്പോൾ ആലോചിക്കണം പുള്ളിക്കാരൻ്റെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ചുമ്മാതെ തട്ടിക്കൂട്ടി വീഡിയോ എടുത്ത പുള്ളിക്കാരൻ്റെ ഒരു ശൈലിയാണെന്ന് തോന്നുന്നത്. അതായത് ചുമ്മാതെ പറഞ്ഞു. ഇപ്പം പുള്ളിക്കാരനെ കുറച്ച് നാളുകൊണ്ട് റിവ്യൂ ചെയ്യുന്നത് കാണുന്നില്ല, എന്ത് പറ്റിയോ ആവോ. അപ്പം പുള്ളിക്കാരനെ റിവ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര പോരാന്നാണ്. അടുത്ത ആൾ റീലോഡഡ് മീഡിയ. കേട്ടില്ല റിവ്യൂ. പുള്ളിക്കാരൻ്റെ ഇൻട്രോയോ ഒന്നുമില്ല, ഡയറക്റ്റ് വീഡിയോ തുടങ്ങുമ്പോഴേ റിവ്യൂ പറയുവാണ്. പക്ഷേ എനിക്ക് പുള്ളിക്കാരൻ്റെ റിവ്യൂ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കണ്ടിട്ട് ഒരു സിനിമ എങ്ങനെ അഭിപ്രായപ്പെടുന്നു അതേപോലെ ഉള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ട്. കുറേ സിനിമകളും നെഗറ്റീവായിട്ട് വന്നതുകൊണ്ട്, പക്ഷേ കിടിലൻ റിവ്യൂ ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു റിവ്യൂറാണ് റീലോഡഡ് മീഡിയ. ഇനി അടുത്ത ആളെന്ന് പറഞ്ഞാൽ ഷസാം എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മൊബൈലിൻ്റെയൊക്കെ റിവ്യൂ പുള്ളിക്കാരൻ പറയുമായിരുന്നു. ആദ്യമൊക്കെ മൊബൈലിൻ്റെ റിവ്യൂ പറയുമായിരുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരനെ ശ്രദ്ധിക്കുന്നു പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ റിവ്യൂ കൊള്ളത്തില്ല. ഞാൻ എടുത്ത വയലേ പറയാം, റിവ്യൂ എനിക്ക് അത്ര മോശമായിട്ടാണ് തോന്നിയത്. പക്ഷേ പുള്ളിക്കാരൻ്റെ റിയാക്ഷൻ വീഡിയോ പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് റിയാക്ഷൻ വീഡിയോ എന്ന് വെച്ചാൽ ട്രെയിലറൊക്കെ റിയാക്ഷൻ ചെയ്യുമല്ലോ, അതിൽ ഏറ്റവും നല്ല റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വിജയുടെയൊക്കെ സിനിമ പുള്ളിക്കാരൻ റിയാക്ഷൻ ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി വിജയുടെ കടുത്ത ഫാനാന്ന് തോന്നുന്നു. അതേപോലെ എന്ന് വെച്ചാൽ അതേപോലത്തെ രീതിയിൽ പുള്ളി വിജയുടെയൊക്കെ സിനിമയുടെ റിയാക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. കിട്ടില്ല ലിയോയുടെ ആയാലും ഇപ്പം ഗോട്ടിൻ്റെ ഒരു പ്രൊമോ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ പുള്ളിക്കാരൻ്റെ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അത് പിന്നെ കോമഡിയും പുള്ളിക്കാരൻ ആ റിയാക്ഷൻ വീഡിയോടെ പറയും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ റിവ്യൂലോട്ട് വരുമ്പോൾ അത്ര പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. റിയാക്ഷൻ കിട്ടു. പിന്നെ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത ആളെന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജൻറ്റ് എന്നറിയില്ല, സോഷ്യൽ ഇഷ്യൂസ് പറഞ്ഞ് ഇടുന്ന ഒരാളാണ് സീക്രട്ട് ഏജൻറ്റ്. പുള്ളിക്കാരന് റിവ്യൂ പറയും, പുള്ളിക്കാരൻ്റെ അഭിപ്രായം പോലെയാണ് പറയുന്നത്. പക്ഷേ കുഴപ്പമില്ല, കൊള്ളാം. എന്ന് വെച്ചാൽ ബോറടിപ്പിക്കാതെ പുള്ളിക്കാരൻ്റെ ശൈലി നല്ല രീതിയിൽ പറയാറുണ്ട്. മൺസൂൺ മീഡിയ, സുധീഷ് സാറിൻ്റെ ചാനലാണ് മൺസൂൺ മീഡിയ. അഭിജിത്ത് വ്ളോഗ്, ഉണ്ണീസ് വ്ളോഗ്, പിന്നെ മൺസൂൺ മീഡിയ, ഇവരുടെ ആയിരുന്നു ആദ്യമൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മൺസൂൺ മീഡിയയുടെ കീടു. ഞാനാണെങ്കിൽ മലയാളത്തിൽ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ശൈലി പിടിക്കാൻ പുള്ളി മാത്രമേ ഉള്ളൂ. അതേപോലെ കിട്ടും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഓസ്കാറൊക്കെ ഇറക്കുന്നവർക്കാണെങ്കിൽ നോക്കിയാൽ മതി, ബെസ്റ്റ് സിനിമ നിരൂപകനൊക്കെ അവാർഡ് കൊടുക്കും. അതുപോലെ മലയാളത്തിൽ ഇതുപോലെ നിരൂപകൻ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരന് കൊടുക്കണം. അതായത് മൺസൂൺ മീഡിയയ്ക്ക് കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ ആ ശൈലി ആർക്കും പിടിക്കാൻ പറ്റത്തില്ല. അതേപോലെ പുള്ളിക്കാരൻ നല്ല രീതി സാറിൻ്റെ വീട് പത്തനംതിട്ടയാണ്. എൻ്റെ വീട് പത്തനാപുരം. ഇവിടുന്ന് 27 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷേ പുള്ളിക്കാരൻ്റെ നാട് ജോലി എന്ന് ഇവിടെയാണെന്ന് പറയുന്നത്. എങ്കിലും നല്ലൊരു റിവ്യൂവറാണ് മൺസൂൺ മീഡിയ, ബെസ്റ്റ് റിവ്യൂവർ. അടുത്ത നമ്മുടെ കൊമ്പൻ, അത് ഞങ്ങൾ കാത്തിരുന്ന കൊമ്പൻ, നിങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന കൊമ്പൻ, അശ്വന്ത് കോക്ക് സാറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ ഇപ്പം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ റിവ്യൂവിനാണെന്ന് തോന്നുന്നു. ഞാനും ഇഷ്ടമാണ്. ഞങ്ങളുടെ ഏരിയയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാരണം കുറേ പേര് ഇപ്പം പുള്ളിക്കാരൻ്റെ ഫാനായിട്ടുണ്ട്. അതായത് ഞാൻ പുള്ളിയെ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാനാണെങ്കിൽ ഒരു സിനിമ കാണും, കണ്ടിട്ട് എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് തോന്നുന്നത്, ആരാ പറയുന്നത്, അവരെ നമ്മൾ ശ്രദ്ധിക്കും. അതാണ് എൻ്റെ ഒരു ശൈലി, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ശ്രദ്ധിക്കുന്നു പറഞ്ഞാൽ പുള്ളിക്കാരൻ ആദ്യത്തെയൊക്കെ വീഡിയോ കാണുമ്പോൾ പുള്ളിക്കാരൻ അത്ര വൃത്തിയൊന്നുമില്ല, ചുമ്മാ മുടിയെല്ലാം കൂടെ ഷേവിയും താടിയൊക്കെ വളർത്തി വെച്ച് ഷേവ് ചെയ്യാതെ
വെച്ചൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ കാണുമ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയാലും ഒന്ന് കാണാൻ തോന്നും. അങ്ങനെ എനിക്കങ്ങനെ കാണാൻ തോന്നത്തില്ലായിരുന്നു ആദ്യത്തെ സമയങ്ങളിലൊക്കെ. പിന്നെ ഞാൻ നമ്മുടെ അറബിക്കടലിൻ്റെ മരക്കാർ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഞാൻ അന്ന് സിനിമ കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ രണ്ടാമത്തെ അന്ന് 12 മണിക്ക് കണ്ട മരക്കാർ ഷോ ഞങ്ങൾ അടുത്ത ദിവസം വൈകിട്ട് 4 മണിക്ക് ഷോ ബുക്ക് ചെയ്ത് പോയി കണ്ടതാണ്. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് പ്രണവിൻ്റെ സീൻ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മരക്കാരൻ്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ പ്രണവിൻ്റെ സീൻ മാത്രം. അത് കഴിഞ്ഞിട്ട് ലാലേട്ടനോട്ട് വരുമ്പോൾ ആ സീൻ മൊത്തം പോയി. പ്രണവിനെ മരക്കാരായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞത് മൊത്തം പോയി. ആ ഒരു സീൻ കണ്ടിട്ട് എനിക്ക് തോന്നിയത് പ്രണവ് ഭാഗം മാത്രം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ റിവ്യൂ പറഞ്ഞപ്പോൾ എൻ്റെ അഭിപ്രായം തന്നെ പുള്ളി പറഞ്ഞു. അതിനുശേഷം ഞാനാണെങ്കിൽ പുഷ്പയുടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഫാനാവുന്നതെന്ന് പറഞ്ഞാൽ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബീസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ അറിയാലോ KGF-ൻ്റെ അടുത്ത ദിവസം KGF ഇറങ്ങുക. KGF-ൻ്റെ എല്ലാവരും വരാൻ വേണ്ടി ഇരിക്കുക വിജയ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പം വൈകിട്ട് ഒരു 7-8 മണിയായി കഴിഞ്ഞപ്പോൾ ഒരു റിവ്യൂ കിടക്കുന്നുണ്ട്. ബീസ്റ്റിൻ്റെ അശ്വന്ത് കോക്ക് സാറിൻ്റെ ഒരു റിവ്യൂ കിടക്കുന്നുണ്ട്. ഞാൻ കയറി അത് കണ്ട് ചിരിച്ച് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. ബീസ്റ്റിൻ്റെ റിവ്യൂ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ചിരിച്ച് തുടക്കം തൊട്ട് അവസാനം വരുന്ന ചിരിച്ച ഒരു റിവ്യൂ ആണ്. അതിനുശേഷം മറ്റേ തിരുവനന്തപുരം മറ്റേ കോക്ക് സാറിനെ അനുകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുവാ ഈ സ്ഫടികത്തിൻ്റെ. അതേപോലെ ഞാൻ അതുപോലെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബീസ്റ്റിൻ്റെ റിവ്യൂ ശൈലി പിടിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ റിവ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അശ്വന്ത് കോക്ക്. എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ഏരിയയിൽ നല്ലൊരു ഫാൻ ബേസും പുള്ളിക്കുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇപ്പം ടോട്ടലി വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പം നിലവിൽ ഇഷ്ടപ്പെട്ട റിവ്യൂർ എന്ന് പറഞ്ഞാൽ 3 പേരുടെയാണ്. ഒന്ന് മൺസൂൺ മീഡിയ, ഒന്ന് അശ്വന്ത് കോക്ക്, പിന്നെ റീലോഡഡ് മീഡിയ. ഇത്രയും പേരുടെയാണ് എനിക്ക് അത്യാവശ്യം നല്ല റിവ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതുപോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ റിവ്യൂ എന്തുവാണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.